വെൽക്കം ബാക്ക് ടു അക്കോബ്ലിറ്റ്സ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിലനിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇൻ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ബിസിനസ് എൻ്റർപ്രൈസസിനെയാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ലൈക്ക് കണ്ണ ജ്വല്ലേഴ്സ് ഓർ പ്രകാശ് പൈപ്സ് ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള ബിസിനസ് എൻ്റർപ്രൈസസിനെയാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം ആണ് ഇവൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ചേഞ്ചസ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന എന്തിനേയും നമുക്ക് ഇവൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഇവൻറ്റ് വേർ മണി ഓർ ഗുഡ്സ് ഓർ സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഓർ ബിസിനസ്. അതായത് രണ്ട് ബിസിനസ്സുകളോ അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസോ പണമോ ഗുഡ്സോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പൊസിഷനിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവന്നാലും അതിനെ നമുക്ക് ഇവൻറ്റ് എന്ന് പറയാം. ഈവൻ ഒരു മാനേജറുടെ ഡെത്ത്, അത് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഇവൻ്റാണ്. പക്ഷേ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടൈപ്പ് ഓഫ് ഇവൻറ്റ് വേർ, അതൊരു ടൈപ്പ് ഓഫ് ഇവൻറ്റ് തന്നെയാണ്. അവിടെ രണ്ട് പേഴ്സൺസോ അല്ലെങ്കിൽ രണ്ട് ബിസിനസ്സോ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സോ സർവീസസോ പണോ കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്. ഓക്കെ, എന്താണ് ക്യാഷ് ട്രാൻസാക്ഷന്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ഇൻ ക്യാഷ്. നമ്മളൊരു സാധനം അപ്പോഴന്നെ ക്യാഷ് കൊടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയണത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബൈയിങ് എ ടേബിൾ ഫോർ ക്യാഷ്, നമ്മളൊരു ക്യാഷ് കൊടുത്തിട്ട് ടേബിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ലേറ്റർ, നമ്മൾ പിന്നീടാണ് ക്യാഷ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ സാധനം മാത്രമേ മേടിക്കണുള്ളൂ, പക്ഷേ ക്യാഷ് നമ്മൾ പിന്നീടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയണേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബൈയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടുഡേ ആൻഡ് പേയിങ് ലേറ്റർ 1 month. നമ്മൾ ഗുഡ്സ് നമ്മൾ ഇന്ന് വാങ്ങി, എന്നിട്ട് അതിൻ്റെ പണം നമ്മൾ കൊടുക്കുന്നത് 1 month ശേഷമാണ്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയണേ. നെക്സ്റ്റ് വൺ ആണ് ഗുഡ്സ്. ഗുഡ്സ് ആർ ദ ഐറ്റംസ് എ ബിസിനസ് ബൈസ് ടു സെൽ. വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന വസ്തുക്കളെയാണ് ഗുഡ്സ് എന്ന് പറയണേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫോർ എ ഫാൻ ഷോപ്പ് ഫാൻസ് ആർ ഗുഡ്സ്. ഒരു ഫാൻ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫാൻസ് ആണ് അവിടുത്തെ ഗുഡ്സ്. ഫോർ എ ഫർണിച്ചർ ഷോപ്പ്, ഒരു ഫർണിച്ചർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ടേബിൾസ് ആൻഡ് ചെയേഴ്സ് ആർ ഗുഡ്സ്. ടേബിൾസും ചെയേഴ്സും ആണ് അവിടുത്തെ ഗുഡ്സ്. എനിത്തിങ് യൂസ്ഡ് ഇൻ ബിസിനസ്, അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും യൂസ് ചെയ്യാനാണ് അവർ സാധനങ്ങൾ മേടിച്ചത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഓഫീസ് ഫർണിച്ചർ, ബട്ട് നോട്ട് ഫോർ സെയിൽ ഈസ് നോട്ട് ഗുഡ്സ്. അത്തരത്തിലുള്ള സാധനങ്ങൾ എന്തല്ല, ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതല്ല. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വിൽക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യാൻ മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിലല്ല ഉൾപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫാൻ ഷോപ്പിലുള്ള ബിസിനസ്മാൻ, അയാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഫർണിച്ചർ എന്തല്ല, ഗുഡ്സ് അല്ല. ഓക്കെ, അവിടെയുള്ള ഫാൻസ്, വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ഫാൻസ് മാത്രമാണ് അവിടെ ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡെപ്റ്റേഴ്സ്. എ ഡെപ്റ്റർ ഈസ് സംവൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്. എന്താണ്? ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന പേഴ്സൺ, അയാളാണ് ഡെപ്റ്റർ. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എ കസ്റ്റമർ ഹൂ ബൈസ് ഓൺ ക്രെഡിറ്റ്. നമുക്കൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മളൊരു കേക്ക് ബിസിനസ്സാണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക. ആ കേക്ക് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ വന്നിട്ട് നമ്മളുടെ കേക്ക് കൊണ്ടുപോയി, പക്ഷേ അയാൾ നമുക്ക് പൈസ പിന്നീടാണ് തരുന്നത്. ഓക്കെ, അപ്പം അയാൾ ആരാണ്? ആ ഒരു കസ്റ്റമർ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഡെപ്റ്റേഴ്സ് ആണ്. ബിസിനസ്സിന് പണം തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ക്രെഡിറ്റേഴ്സ്.
ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ ക്രെഡിറ്റർ ഈസ് സംവൺ ദ ബിസിനസ് ഓസ് മണി ടു എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് മേടിച്ചു, ഓൾ പർപ്പസ് ഫ്ലോർ മേടിച്ചു. പക്ഷേ അത് ഞാൻ കടത്തിനാണ് മേടിച്ചത്. ഓക്കെ, ക്രെഡിറ്റിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു കടക്കാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ക്രെഡിറ്ററാണ്. കാരണം എന്താണ്, ഞാനൊരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. ആ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രെഡിറ്റിന് ആ ഒരു ഓൾ പർപ്പസ് ഫ്ലോർ മേടിച്ചിട്ടുള്ളത്. ആ ഓൾ പർപ്പസ് ഫ്ലോർ ആരെ കയ്യിൽ നിന്നാണോ ഞാൻ മേടിച്ചിട്ടുള്ളത് അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്ററാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പണം തരാനുള്ള ആൾക്കാർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തികളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്. These are records where all business transactions are written. അതായത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും എഴുതി സൂക്ഷിച്ചിട്ടുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ജേണൽ, ലെഡ്ജർ തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്, നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്സുകളാണ്. ഇതിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് 7th വൺ, എൻട്രി. റൈറ്റിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഈസ് കോൾഡ് ആൻ എൻട്രി. നമ്മളൊരു ബുക്കിൽ, ഓക്കെ, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ആ ഒരു ബുക്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രി എന്ന് പറയുന്നത്. റൈറ്റിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ്, ആ ഒരു ബുക്സിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ആൻഡ് 8th വൺ, ജേണൽ. ജേണൽ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ബുക്ക് വെർ ട്രാൻസാക്ഷൻസ് ആർ റിട്ടേൺ വെൻ ദേ ഹാപ്പൻ. അതായത് ഇതൊരു ഫസ്റ്റ് ബുക്കാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ഓക്കെ, അതൊരു ഫസ്റ്റ് ബുക്കാണ്. ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ ബുക്സ് ഓഫ് പ്രൈം എൻട്രി. ഈ ഒരു ജേണൽ എന്നുള്ള ബുക്കിനെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നുള്ള മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു സംഭവം നമ്മളൊരു ബുക്സിൽ ആദ്യമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്സിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ആൻഡ് 9th വൺ, ലെഡ്ജർ. ഓൾ ട്രാൻസാക്ഷൻ ഫ്രം ദ ജേണൽ ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് കോപ്പീഡ് ഇൻ ടു ലെഡ്ജർ. എന്താണ് ഇവിടെ പറയുന്നത്, എല്ലാ ട്രാൻസാക്ഷൻസും. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് മേടിച്ചു, അതൊരു ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു, അതൊരു ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഫർണിച്ചർ മേടിച്ചു, അതൊരു ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു ഗുഡ്സ് നമ്മൾ കടത്തിന് കൊടുത്തു, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്. ഇതിനൊക്കെയാണ് നമ്മൾ ഇടപാടുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് എഴുതുന്നത് ജേണൽ എന്നുള്ള ബുക്കിലാണ്. രണ്ടാമതായിട്ട് നമ്മളത് ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഓക്കെ, പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു ജേണൽ എന്നുള്ള ബുക്കിൽ നിന്ന് എല്ലാ ട്രാൻസാക്ഷൻസും ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് എഴുതുന്നുണ്ട്. ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പം ഈച്ച് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസിനും ഓരോ അക്കൗണ്ട്സ് ഉണ്ട് ലെഡ്ജറിൽ. ഫോർ എക്സാമ്പിളായിട്ട് ക്യാഷ് മാത്രമുള്ള ട്രാൻസാക്ഷൻസ്, ക്യാഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യണത്. അതേപോലെ തന്നെ റെൻറ്റ്, സാലറി. ഇപ്പം ആർക്കെങ്കിലും റെൻറ്റ് കൊടുത്താൽ നമ്മൾ എന്താണ് ആ ഒരു റെൻറ്റ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്കാണ് അത് പോസ്റ്റ് ചെയ്യണത്. ഇപ്പം എംപ്ലോയീസിനൊക്കെ നമ്മൾ സാലറി കൊടുക്കുമ്പോൾ ആ ഒരു സാലറി അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ബിസിനസ്സിൽ നടന്നിട്ടുള്ളത്. സാലറി എന്നുള്ള അക്കൗണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ആർക്കൊക്കെയാണ് നമ്മൾ സാലറി കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവും. ഇതിന് വേണ്ടിയിട്ടാണ് ലെഡ്ജർ എന്നുള്ള ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ആ ഒരു ടേം മാത്രം ഓർത്ത് വെക്കുക. ഓൾ ട്രാൻസാക്ഷൻ ഫ്രം ദ ജേണൽ ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് കോപ്പീഡ് ഇൻ ടു ദ ലെഡ്ജർ. നമ്മൾ ജേണലിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് കോപ്പി ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്.